ബിനിദാസ് കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ ഉപയോഗിച്ചുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ്. അതിനായി 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറുനാരങ്ങാനീര്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റിവെക്കാം. ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. സവാള വാടി വന്നതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ 1 ടൊമാറ്റോ മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ ചിക്കൻ കഷ്ണങ്ങളൊക്കെ വേവുന്നതിന് വേണ്ടിയും വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി വരുന്നതിനും വേണ്ടി 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്താൽ ടേസ്റ്റിയായ പെപ്പർ ചിക്കൻ തയ്യാറായി കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫാക്കി മാറ്റിവെക്കാം. ഇന്നത്തെ ടേസ്റ്റിയും സ്പൈസിയുമായ പെപ്പർ ചിക്കൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക്